നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. അപ്പം ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് പറയുന്നത് ഹെൽത്ത് ചെക്കപ്പ്സ് ആണ്. നമ്മൾ ഏതൊരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ടും ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണ്. കാരണം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ ഓരോ ആളുകൾക്ക് വരുന്നത്. ചില ആളുകൾക്ക് ചെറിയ രീതിയിൽ, അതായത് തലകറക്കം, അതുപോലെ തന്നെ BP കുറഞ്ഞു പോവുക, ഷുഗർ കുറഞ്ഞു പോവുക, ഇത്തരം പ്രശ്നങ്ങളൊക്കെ അത് നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അവരിൽ കംപ്ലീറ്റ് ആയിട്ടൊരു കോൺഷ്യസ്നെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോവുക, പെട്ടെന്ന് അവരൊരു കോമ സ്റ്റേജിലോട്ട് പോവുക, ഡയറ്റ് എടുത്തിട്ടും അവരുടെ ബോഡിയിൽ ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ലോസ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള കുറേ കഥകളൊക്കെ നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. പിന്നെ സ്വയം ഡയറ്റ് എടുത്തിട്ട് ഒന്നും തന്നെ കഴിക്കാതെ ഇരുന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേറ്റവും ഫസ്റ്റാണ് നമ്മൾ ഡയറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ്സ് എല്ലാം തന്നെ ഒന്ന് നടത്തി നോക്കുക എന്നുള്ളത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തൈറോയിഡ്, ഡയബറ്റീസ് പോലെയുള്ള അസുഖമുള്ള ആൾക്കാർ. അപ്പം അവരെന്താണെങ്കിലും ഓൾറെഡി അതുള്ള വ്യക്തികളാണെങ്കിൽ ഡയറ്റ് എടുക്കുന്നതിന് കുറച്ച് മുൻപായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് ആ സമയത്ത് എത്രത്തോളമാണ് അതിൻ്റെ വാല്യൂ എന്ന് നോക്കുക. അതുപോലെ തന്നെ അപ്പം അതൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും ഇതൊക്കെ ഒന്ന് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. കൊളസ്ട്രോൾ നോക്കുക, ഡയബറ്റീസ് നോക്കുക, അതുപോലെ തന്നെ തൈറോയിഡൊക്കെ നോക്കുക. കാരണം തൈറോയിഡിൻ്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡയറ്റിൽ നല്ല ചേഞ്ചസ് തന്നെയാണ് ആളുകൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ സാധാ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് എടുക്കുന്ന ഡയറ്റ് നമുക്ക് ഒരു കൊളസ്ട്രോൾ ഉള്ള ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും വലിയൊരു ബുദ്ധിമുട്ട് ആളിൽ ഉണ്ടാക്കില്ല. പിന്നെ കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റെഡ് മീറ്റൊക്കെ ഒന്ന് കുറയ്ക്കുക കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളിലും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് നമുക്ക് മീറ്റ് കൊടുക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നങ്ങളില്ല. മാംസം നമുക്ക് അവർക്ക് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ കൊളസ്ട്രോളിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് റെഡ് മീറ്റ് അത്രത്തോളം പറ്റില്ല. അപ്പം ആ ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എങ്കിലും ബാക്കി ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് ഒരു ഈക്വലായിട്ട് തന്നെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ രണ്ടും ഏകദേശം അങ്ങ് കുറഞ്ഞു കിട്ടും. എന്നാൽ തൈറോയിഡിൻ്റെ കേസ് അങ്ങനെയല്ല. തൈറോയിഡിൻ്റെ ഒരു രോഗീനെ എടുക്കുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അവരിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്തണം. അതും എന്ത് ചെയ്യണം, നമ്മളൊന്ന് പരിഗണിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് TFT ചെയ്യുക, തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുക, ഷുഗർ ഫാസ്റ്റിംഗ് മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് നോക്കുക, 3 മാസത്തെ ആവറേജ് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷുഗർ വരാനിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ കൊളസ്ട്രോളും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലിപ്പിഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പോൾ കുറച്ച് വയറൊക്കെ ചാടി ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു ഫാറ്റി ലിവറിൻ്റെ തുടക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഒരു LFT ഒക്കെ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അതെല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു ഡയറ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ടൊക്കെ നിങ്ങളുടെ ബോഡീനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നിങ്ങൾ പെട്ടെന്ന് വിശക്കുന്ന വ്യക്തികളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചോറ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഒട്ടും തന്നെ അരിയാഹാരം കഴിക്കാതിരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്. അവർക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ അരിയാഹാരം വേണം. എന്നാൽ ഈ അരിയാഹാരം കംപ്ലീറ്റ് ഒഴിവാക്കി ഡയറ്റ് എടുക്കുന്ന വ്യക്തികളുമുണ്ട്. അപ്പം അതും നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളുടെ ബോഡീനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. എപ്പോഴും ചില ആളുകൾക്കുണ്ട് പെട്ടെന്ന് ക്ഷീണം, തളർച്ചയൊക്കെ വരും. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന ആളുകളുണ്ട്. അതുപോലെ നോക്കുക. അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂസ് ഉള്ള ആളുകൾ ഡയറ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അപ്പം എല്ലാവരും എടുക്കുന്ന ഒരേ ഡയറ്റ് ഈ ഒരു മൈഗ്രെയിൻ പേഷ്യൻസിന് എടുക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ഈ വയറ്റിൽ നിന്ന് കാളൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വിശക്കുക, അല്ലെങ്കിൽ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് വിശക്കുക, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അവരിലാണെങ്കിൽ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കൊടുക്കാം എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഒരു ഹെൽത്തി രൂപത്തിലായിരിക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അതും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചില ആളുകൾ ഈ ക്രാഷ് ഡയറ്റൊക്കെ എടുക്കും. അതായത് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മുടെ മസിലാണ് ശരിക്കും ലോസ് ആയി പോകുന്നത്. ഈ ഫാറ്റ് കുറയുന്നതിന് പകരം നമ്മുടെ മസിൽ ലോസ് നമുക്ക് നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ അത്തരം ഡയറ്റുകളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ചില ആളുകളുണ്ട് ഡയറ്റ് കുറച്ച് ദിവസം അങ്ങോട്ട് എടുക്കും, ഒരാഴ്ച ഡയറ്റ് എടുക്കും, പിന്നെ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഡയറ്റ്, ഒരു ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡയറ്റ് ഒരു ദിവസം കട്ട് ചെയ്യും. ഇങ്ങനെ കട്ട് ചെയ്യുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് വാരി വലിച്ച് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു 1 വീക്ക് എടുത്ത ഡയറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒരു തകർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അടുത്ത ദിവസം ചെയ്യുന്നത്. അപ്പം അത്രത്തോളം കാലോറീസും ഒറ്റയടിക്ക് നമ്മുടെ ബോഡിയിലോട്ട് വരിക ചെയ്യുന്നത്. അപ്പം അതും ഒന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നല്ലൊരു ഉറക്കത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത്.
ഈ ഉറക്കം ശരിയാവാതെ നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുത്ത് കഴിഞ്ഞാലും ബോഡിയിൽ വലിയ രീതിയിലുള്ളൊരു ചേഞ്ചസ് ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഉറക്കവും കാര്യങ്ങളും ഒക്കെ കീപ്പ് ചെയ്ത് പോകണം. അതായത് 7 to 8 hours നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു തോത്. നമുക്ക് വെയിറ്റ് ലോസ് സമയത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ കഴിച്ചു കഴിഞ്ഞാൽ 10-11 ഒക്കെ ആകുന്ന സമയത്തും നമ്മൾ എന്തെങ്കിലും ലൈറ്റായിട്ടേ കഴിക്കുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, അതല്ലെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ടുള്ള ഡിഷസ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിലും വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ വെള്ളം കുടിക്കുമ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, നമ്മൾ വെള്ളം കുടിക്കാൻ പറയും, പക്ഷെ അവർ കുടിക്കുന്ന വെള്ളം എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസ് ആയിരിക്കും. നമ്മൾ വെള്ളം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നമ്മുടെ ഫ്രീ വാട്ടർ, പ്ലെയിൻ വാട്ടറാണ് നിങ്ങൾ എടുക്കേണ്ടത്. പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നന്നായിട്ട് കുടിക്കാം. നമ്മുടെ ബോഡി വെയ്റ്റിനനുസരിച്ചിട്ട് അത് കുടിക്കാം. അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് കുറേ പ്രോട്ടീൻസൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമുക്ക് ചിലപ്പോൾ ഒരു മോഷനൊക്കെ ടൈറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനാണ് വെള്ളം നന്നായിട്ട് എടുക്കാനും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എടുക്കുന്ന പ്രോട്ടീൻസിൻ്റെ കൂടെ തന്നെ കുറച്ചധികം ഫൈബേഴ്സ്, നാരുകൾ കൂടുതൽ എടുക്കാനും കൂടി പറയുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുക. നിർബന്ധമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തണം. ഒട്ടും തന്നെ പ്രോട്ടീൻസ് കഴിക്കാതിരിക്കരുത്. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുറയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയും കാര്യങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ പിന്നെ ഒരു ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ പ്രോട്ടീൻസ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ കൃത്യമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളൊരു ഡയറ്റ് എടുക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുക. ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ ആ ഡയറ്റ് ഹെൽത്തി ഫോമിലുള്ളത് ആയിരിക്കണം, അതാണ്. അല്ലാതെ ഒരു മാസം കൊണ്ട് പട്ടിണി കിടന്നിട്ട് ഡയറ്റ് എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ഡയറ്റ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി രൂപമല്ല, അതിലൊരുപാട് സൈഡ് എഫക്ട്സ് വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരുപാട് ന്യൂട്രിയൻസിൻ്റെ ഒക്കെ കുറവ് നമ്മുടെ ബോഡിയിൽ വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാൻ താല്പര്യമുണ്ട്, വെയിറ്റ് ലോസിന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്ക് ആയിട്ട് വീണ്ടും കാണാം. നന്ദി.